ദ ഇമ്പാക്റ്റ് ഈസ് ആൾമോസ്റ്റ് അവിടെ നിന്ന് മുതലാണ് എടുക്കാനുള്ളത് അല്ലേ. ദ ഇമ്പാക്റ്റ് ഈസ് ആൾമോസ്റ്റ് ദ സെയിം. ഈ ഇതുമായി ഉണ്ടാകുന്ന ഏത് സെയിം ഈവൻ ഇൻ ദ കേസ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സ്വാധീനങ്ങൾ അത് ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്നാണെന്നുണ്ടെങ്കിലും ഒരേപോലെ തന്നെയാണ്. അഥവാ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന സ്വാധീനം അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ അതും എന്താണ് ഇതേപോലെ തന്നെ, ഇതിനോട് ഒരു വ്യത്യാസമില്ലെന്ന് അർത്ഥം. അതായത് പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ദ ഇമ്പാക്റ്റ് സ്വാധീനം ഈസ് ആൾമോസ്റ്റ് ഏകദേശം ദ സെയിം ഒരുപോലെ തന്നെയാണ് ഈവൻ ഇൻ ദ കേസ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെ കാര്യത്തിൽ എടുത്തു നോക്കണമെങ്കിലും അതിലും എന്താണ് ഒരേപോലെ തന്നെയാണ്. ലൈക്ക് റയറ്റ്സ് ഏതുപോലെ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ പോലെ. ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. ഇത് കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? മോസ്റ്റ് അഫക്റ്റഡ്, ഇത് കൂടുതൽ ബാധിക്കുന്നത് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സമുദായത്തിലെ പാവപ്പെട്ട വിഭാഗത്തെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. പുവർ സെക്ഷനാണ് പാവപ്പെട്ട വിഭാഗം. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമുദായം. ഹു ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലിവ്ലിഹുഡ്. ഹു ഹാവ് ടു വർക്ക്, ഈ പാവപ്പെട്ട സമുദായത്തിന് എന്തുണ്ട്? അവർക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഡെയിലി എന്നും. ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ്, അവരുടെ ജീവിതോപാധിക്ക് സമ്പാദ്യങ്ങൾ നേടാൻ അല്ലെങ്കിൽ സമ്പാദിച്ച് ജീവിക്കാൻ അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡെയിലി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ടു ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ. ദെയർ ലിവ്ലിഹുഡ് അവരുടെ ജീവിതോപാധി. ഇൻ സം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സൈക്ലോൺസ്, സുനാമി ആൻഡ് എർത്ത്. ചില പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങളിൽ സൈക്ലോൺ, സുനാമി, പിന്നെ എർത്ത് പോലുള്ള, സൈക്ലോൺ എന്ന ചുഴലിക്കാറ്റ്, ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ വിച്ച് ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ. അവിടെ എന്താണ് പ്രശ്നം? ബിൽഡിങ്ങിൻ്റെ രീതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളാണ് വിച്ച് ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ, ഈ തകർച്ചക്കുള്ള കാരണമായി മാറുന്നത്. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തകർച്ച. ആൻഡ് ഡെത്ത്, മരണത്തിനൊക്കെ കോസായി കാരണമായി മാറുന്നത് എന്താണ്? ബിൽഡിങ്ങിൻ്റെ രൂപങ്ങളാണ്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസ്വര രാജ്യങ്ങളിൽ, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഓൺലി 30%, 30% മാത്രമേ ബിൽഡിങ്ങുകൾ എന്താവുന്നുള്ളൂ, ആർ കൺസ്ട്രക്റ്റഡ്, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് ലേഡ് ഡൗൺ ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇൻ അക്കോർഡൻസ് വിത്ത് എന്തുമായി സംബന്ധിച്ച്? വിത്ത് ദ റെഗുലേഷൻസ്, ഒരുപാട് നിയമങ്ങളും ഒരുപാട് നിയമാവലികളൊക്കെ ലേഡ് ഡൗൺ ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി അത് ഉറപ്പുവരുത്താൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട ഒരുപാട് നിയമാവലികൾക്ക് അക്കോർഡൻസ് പറഞ്ഞാൽ അതുമായി നിയമങ്ങൾ അനുസരിച്ച് ബിൽഡിങ്ങുകൾ നിർമ്മിക്കപ്പെട്ടത് ആകെ എത്ര മാത്രമേ ഉള്ളൂ? ഓൺലി 30% മാത്രം. ഒന്നുകൂടി കേൾക്കുക, ഓൺലി 30% ഓഫ് ദി ബിൽഡിങ്സ്, ആകെ 30% ബിൽഡിംഗ് മാത്രമേ എന്തുള്ളൂ? ആർ കൺസ്ട്രക്റ്റഡ്, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. എങ്ങനെ നിർമ്മിക്കപ്പെട്ടത്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ്, നിയമാവലികൾക്ക് അനുസൃതമായിട്ട്. ഏത് നിയമാവലികളാണ്? ലേഡ് ഡൗൺ ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരുപാട് നിയമാവലികൾ അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ ആകെ എത്ര മാത്രമേ ഉള്ളൂ? 30% മാത്രമേ ഉള്ളൂ. സിമിലർലി അതുപോലെ തന്നെ ദ ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ, വലിയൊരു പ്ലാനിൻ്റെ കുറവും. ലാക്ക് എന്ന കുറവ് എന്നാണ്. ദ ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ, വലിയൊരു പ്ലാനിൻ്റെ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ കുറവും. ആൻഡ് ദ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന അല്ലെങ്കിൽ മെച്ചമില്ലാത്ത. അപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റി മെച്ചമില്ലാത്ത ഓഫ് മെറ്റീരിയൽസ്, അങ്ങനത്തെ വസ്തുക്കൾ അല്ലെങ്കിൽ സാമഗ്രികൾ ഉപയോഗിച്ചത് കാരണത്താൽ. യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, എന്തിനുപയോഗിച്ചത്? ബിൽഡിംഗ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ക്വാളിറ്റി കുറഞ്ഞ, ഇൻഫീരിയർ ആയ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് കാരണത്താലും. ആൾസോ അഗ്രവേറ്റ്, അതും എന്ത് ചെയ്യുന്നു? അഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ വഷളാക്കുന്നു അല്ലെങ്കിൽ അതും പ്രശ്നത്തിലാക്കുന്നു അർത്ഥം. അപ്പോൾ ആൾസോ അഗ്രവേറ്റ്, അതും കൂടി ഉണ്ടാകുമ്പോൾ എന്താകുന്നു? കാര്യങ്ങൾ കൂടുതൽ വഷളമാകുന്നു. ദ കാഷ്വാലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്, എന്താണ് വഷളമാക്കുന്നത്? ദ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുക അല്ലേ. അപ്പോൾ ഇതും ഇങ്ങനെ ബിൽഡിങ്ങിൽ താഴ്ന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് കാരണത്താൽ, അങ്ങനെ ഉണ്ടാക്കിയത് കാരണത്താൽ അത് വഷളാക്കുന്നു? ജീവനാശങ്ങൾ, അതായത് നമ്മളെ ആളുകൾ നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് കൂടുതൽ വഷളമാക്കുന്നുണ്ടെന്ന് അർത്ഥം. അതായത് കാഷ്വാലിറ്റീസ്, ജീവനാശങ്ങൾ അറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഈ ദുരന്തങ്ങൾ കാരണം എന്ത് ചെയ്യുന്നു? കൂടി വരികയാണെന്ന് അർത്ഥം. അറൈസിങ് പറഞ്ഞാൽ ഉയരുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ താഴ്ന്നത് ഉപയോഗിച്ചത് കാരണത്താൽ അതും എന്താകുന്നു, ആ ജീവനാശങ്ങൾ അല്ലെങ്കിൽ ആൾനാശങ്ങൾ കൂടുതൽ വഷളമാക്കുന്നു എന്നർത്ഥം. ഫോർ അത് കാരണത്താൽ തന്നെ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിങ്ങുകൾ, സ്വകാര്യവും പിന്നെ പൊതുവായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്, അവ നിർമ്മിക്കപ്പെടണം. എങ്ങനെ? അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ലോ, നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ നിയമാവലികൾ പാലിച്ചിട്ട് തന്നെ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യണം എന്ന്. എന്നാൽ അക്കോർഡിംഗ് ടു ദ പറഞ്ഞാൽ നിയമാനുസൃതമായിട്ട് നടത്തും. ഗൈഡ് ലൈൻസ് ആണ് നിയമാവലികൾ, പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാവല്ലോ, നിയമസ്ഥാപനങ്ങൾ, നിയമസഭ അങ്ങനത്തെ ഓരോ അവർ ഇത് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇവരൊക്കെ വെക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യണം, അവർ പറഞ്ഞ പ്രിസ്ക്രൈബ് പറഞ്ഞാൽ ശരിക്കും എന്താ, നിർദ്ദേശിക്കുക എന്നാണ് അർത്ഥം. പ്രിസ്ക്രൈബ് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമെന്ന് പറയും, ഡോക്ടർ എന്ത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു എന്നാൽ നിർദ്ദേശിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളൊക്കെ എന്ത് ചെയ്തത്, നിർദ്ദേശിച്ച ഗൈഡ് ലൈൻസ് നിയമാവലികൾ അനുസൃതമായിട്ടാണ് ആയിരിക്കണം എന്ത് ബിൽഡിങ്ങുകളും പ്രൈവറ്റ് ബിൽഡിങ്ങുകളും പബ്ലിക് ബിൽഡിങ്ങുകളും നിർമ്മിക്കപ്പെടേണ്ടത്. കൺസ്ട്രക്റ്റാണ് നിർമ്മിക്കുക എന്നൊക്കെ അർത്ഥം. മോർ ഓവർ അതിനൊക്കെ പുറമെ കൺസ്ട്രക്ഷൻ ഷുഡ് സ്ട്രിക്ട്ലി അഡെയർ ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ്. കൺസ്ട്രക്ഷൻസ് ബിൽഡിങ്ങുകൾ, അതായത് ഈ നിർമ്മിക്കുന്ന ബിൽഡിങ്ങുകൾ ഷുഡ് സ്ട്രിക്റ്റ്ലി, അത് സ്ട്രിക്റ്റായിട്ട് വളരെ വളരെ എന്ത് കർക്കശമായിട്ട് എന്ത് ചെയ്യണം, അഡെയർ ടു ദ മാസ്റ്റർ പ്ലാൻ. അഡെയർ എന്ന് പറഞ്ഞാൽ അത് പാലിക്കണം, അതായത് വളരെ കർക്കശമായിട്ട് പാലിക്കണം എന്നർത്ഥം. എന്ത് പാലിക്കണം? ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ്. അതോറിറ്റീസ് എന്നാൽ അധികൃതർ, അതായത് നമ്മുടെ ഗവൺമെൻറ്റുകൾ. അപ്പോൾ ഗവൺമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അധികൃതരൊക്കെ അപ്രൂവ് ചെയ്ത് അവർ ഗവൺമെൻറ് അംഗീകരിച്ച അല്ലേ, അപ്രൂവ് ചെയ്താൽ അംഗീകരിച്ച, ഗവൺമെൻറ് അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ, അതായത് ഏറ്റവും ഒടുക്കത്തെ തന്ത്രം, ആ തന്ത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ പാലിച്ചിട്ട് വളരെ കർക്കശമായി പാലിച്ചിട്ട് വേണം ഈ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാൻ. അബവ് ആൾ അതിനൊക്കെ പുറമെ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്, അവകൾ ഉപയോഗിക്കപ്പെടണം ഫോർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നിർമ്മാണത്തിന്. ദ UNDAC ആണ് എന്താ, ഐക്യരാഷ്ട്രസഭയുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു എന്താണ്, ഒരു കോർഡിനേഷനാണ്, ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള. അതാണ് താഴെ കൊടുത്തത്, യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഈ UNDACയും അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഈ ദുരന്ത നിവാരണ സംഘം അല്ലെങ്കിൽ അതിൻ്റെ സഹകരണം, അതും അലോങ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടൊപ്പം, ഇന്ത്യൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ആസ് ജോയിൻ്റ്ലി പ്രിപ്പയർഡ് ആൻ ആക്ഷൻ പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി യോജിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട് അർത്ഥം. ഫോർ സിറ്റീസ്, ആർക്കും വേണ്ടി തയ്യാറാക്കി, ഫോർ സിറ്റീസ്, ചില പ്രത്യേക സിറ്റികൾ ആൻഡ് ടൗൺസ്, ചില ടൗണുകൾക്കും. അതെങ്ങനത്തതാണ്, വൾണറബിൾ അല്ലേ, അഥവാ ഇരയാകുന്ന അല്ലെങ്കിൽ അപകടാസാധ്യതയുള്ള വൾണറബിളായ ടൗണുകളും സിറ്റികളും. എന്തിന് വൾണറബിൾ ആയത്, എന്തിന് ഇരയാകാൻ സാധ്യതയുള്ളത്, ടു എർത്ത് ക്വേക്സ്, അതായത് ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് സിറ്റികൾ ടൗണുകളെ കുറിച്ച് നല്ലൊരു ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ UNDACയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇൻ വൾണറബിൾ ഏരിയാസ്, ഈ ഇതേപോലെ ഈ അപകട സാധ്യതയുള്ള ഒരുപാട് ഏരിയകൾ, ദ എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ്, ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ബിൽഡിങ്ങുകൾ ഷുഡ് ബി ടെക്നിക്കലി അസസ്ഡ്, എന്ത് ചെയ്യണം, ടെക്നിക്കലി എന്തായിരിക്കും, വളരെ അസസ്ഡ് ആയിരിക്കണം. ഇത് അസസ്ഡ് പറഞ്ഞാൽ അസസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കണക്കാക്കണം അല്ലെങ്കിൽ തീർപ്പാക്കണം എന്നർത്ഥം. അതായത് ടെക്നിക്കലി എന്ത് ചെയ്യണം, അസസ്ഡ് ആണെന്ന് അർത്ഥം. ടെക്നിക്കലി പറഞ്ഞാൽ എന്താ, സാങ്കേതിക വിദ്യകളൊക്കെ മുൻപന്തിയിലാക്കിയിട്ട് അല്ലെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് എന്താണ് കണക്കാക്കണം, അത് വെച്ചിട്ട് തീർപ്പാക്കണം എന്നർത്ഥം. അതായത് സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനെ കണക്കിലെടുത്ത് തീർപ്പാക്കണം എന്നർത്ഥം. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അവിടെ നൽകപ്പെടണം. ആൻഡ് ഇൻഡിവിജ്വൽ ഓണേഴ്സ്, പിന്നെ വ്യക്തികളായിട്ടുള്ള ഓരോ ഉടമകളും. ആൻഡ് ഗ്രൂപ്പ് ഹൗസിങ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന അതോറിറ്റീസ്, അവരൊക്കെ എന്ത് ചെയ്യണം, ഷുഡ് ബി ഇൻഫോംഡ്, അതായത് ഒരു സംഘടിതമായി നിൽക്കുന്ന അധികൃതരുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ
ഓരോരുത്തർ വ്യക്തികളായിട്ട് നിൽക്കുന്ന ഉടമകളുണ്ടാവും. ഇവരൊക്കെ ഷുഡ് ബി ഇൻഫോംഡ്, ഇവരൊക്കെ അറിയിക്കപ്പെടണം. എന്തിനെ കുറിച്ച്? അബൌട്ട് ദി വീക്ക്നെസ്, അവരുടെ ഈ വീക്ക്നെസ് പറഞ്ഞാൽ നമ്മളെ ശക്തിയില്ലായ്മ അല്ലെങ്കിൽ അശക്തികൾ, അതായത് ഓരോ ബിൽഡിങ്ങിൻ്റെ ഓരോ പ്രശ്നങ്ങൾ, ഇതിൻ്റെ വീക്ക്നെസ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് വിവരങ്ങൾ നൽകപ്പെടണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും അവർക്ക് നൽകപ്പെടണം എന്നർത്ഥം. പ്രസൻ്റ്ലി, ഇപ്പോൾ കാര്യമായിട്ട് ഇന്നത്തെ അവസ്ഥ എന്താ? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. പ്രസൻ്റ്ലി പറഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്, ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്? കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ദാറ്റ് അറൗണ്ട് 1 മില്യൺ, ഏകദേശം ഒരു 10 ലക്ഷം അല്ലേ, ഒരു ദശലക്ഷം, ഒരു മില്യൺ ബിൽഡിങ്സ്, ഒരു ദശലക്ഷം ബിൽഡിങ്ങുകളാണ് കൺസ്ട്രക്റ്റഡ്, നിർമ്മിക്കപ്പെട്ടത്. എങ്ങനെയാണ്? എവരി ഇയർ ഇൻ ഇന്ത്യ. ഓരോ വർഷവും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദശലക്ഷം ബിൽഡിങ്ങുകൾ ഓരോ വർഷത്തിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അതായത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ദം ഗെറ്റ്സ് ഡാമേജ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ആ നിർമ്മിക്കപ്പെടുന്ന അതേ കണക്കനുസരിച്ച് തന്നെ, അതേ കണക്ക് വെച്ചിട്ട് തന്നെ, ആൻ ഈക്വൽ നമ്പർ ഓഫ് ദം, ഒരേ കണക്കായിട്ട് എങ്ങനെ പോകുന്നുണ്ട്? അത് ഗെറ്റ്സ് ഡാമേജ്ഡ്, അത് നശിക്കപ്പെടുന്നുമുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. എന്ത് കാരണമായിട്ട്? ദുരന്തങ്ങൾ കാരണമായിട്ട് ഒരേ ഇതിൽ ഒരേ കണക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നശിച്ച് പോകുന്നുണ്ട്. അതായത് ദശലക്ഷം ബിൽഡിങ്ങുകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരേ കണക്കായിട്ട് അത് എങ്ങനെയുണ്ട്? അത് നശിച്ചു പോകുന്നുണ്ട്. എങ്ങനെ? ദുരന്തങ്ങൾ കാരണത്താൽ. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡാമേജ്, ഇൻ ഓർഡർ ടു എന്നാൽ കാരണം, ഇൻ ഓർഡർ ടു റെഡ്യൂസ്, ഈ ഇത് കുറക്കാൻ എന്ത് ചെയ്യണം? കുറക്കാൻ വേണ്ടി. ഇൻ ഓർഡർ ടു എന്നാൽ വേണ്ടി എന്നൊക്കെ അർത്ഥമാണ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡാമേജ്, ഈ ഡാമേജ് കുറക്കാൻ വേണ്ടി, ഇത് നാശനഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടി, ടു ബിൽഡിങ്ങിനുള്ള നാശനഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടി? എ മോണിറ്ററിങ് മെക്കാനിസം ഷുഡ് ബി സെറ്റപ്പ്. ഒരു മോണിറ്ററിങ് മെക്കാനിസം, എന്താ മോണിറ്റർ എന്ന് പറഞ്ഞാൽ? നിരീക്ഷിക്കാനാണ് എന്ത് പറയുക? മോണിറ്ററിങ്. ഒരു മോണിറ്ററിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ രീതി, അതായത് ഒരു നിരീക്ഷണ രീതി, അതായത് ഓരോരുത്തരെ നിരീക്ഷിച്ചിട്ടുള്ള, അതായത് ഓരോ ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. ഇങ്ങനെ അപകട സാധ്യതയുള്ള നിരീക്ഷണ മേഖല, ആ ഒരു രീതി എന്ത് ചെയ്യണം? ആ രീതി ഷുഡ് ബി സെറ്റപ്പ്, അതൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കണം, സെറ്റാക്കി വെക്കണം. ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്, എവിടെ അത് സെറ്റാക്കി വെക്കേണ്ടത്? ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്, ദുരന്തങ്ങൾ അല്ല പ്രവണതയുള്ള ഏരിയകളിൽ, അതായത് ഈ ദുരന്തങ്ങൾ കൂടുതൽ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പ്രവണതയുള്ള ഓരോ ഏരിയകളിൽ എന്ത് ചെയ്യണം? ഇതേപോലെ ഈ നിരീക്ഷണ ഒരു രീതി എന്ത് ചെയ്യണം? അവിടെ സെറ്റപ്പ് ചെയ്ത് വെക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിച്ച് മസ്റ്റ് ആക്ട് ഇൻ പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്. എങ്ങനെ? വിച്ച് മസ്റ്റ് ആക്ട്, അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ആ മെക്കാനിസം, ആ ഒരു രീതി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആക്ട് ചെയ്യണം, പ്രവർത്തിക്കണം. ഇൻ പ്രോപ്പർ കോർഡിനേഷൻ, ശരിയായ സഹകരണത്തോടെ. ആരോട് സഹകരിച്ചിട്ട്? വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്. കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അല്ലേ, അതായത് അവിടെ അതുമായി ബന്ധപ്പെട്ട അധികൃതർ അവരുമായിട്ട് എന്ത് ചെയ്യണം? സഹകരിച്ചിട്ട് കോർഡിനേഷൻ അല്ലേ, നല്ല ശരിയായ പ്രോപ്പർ എന്നാൽ ശരിയായ കോർഡിനേഷൻ, അവരുമായി സഹകരണം ഉണ്ടായിട്ട് അല്ലേ, വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്, ബന്ധപ്പെട്ട അധികൃതരുമായി ശരിയായ കോർഡിനേഷൻ, സഹകരണം ഉണ്ടായിട്ട് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പ്രവർത്തിക്കണം. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ടു എൻഷുർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിൽഡിംഗ് കോഡ്സ്. എന്ന് പറഞ്ഞാൽ ടു എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്താൻ. ഉറപ്പുവരുത്താനാണ്? ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിൽഡിംഗ് കോഡ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ നിയമങ്ങളുമായി അതുമായി ഒത്തുചേരാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ. ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിറവേറ്റുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിൽഡിംഗ് കോഡുകൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴുള്ള നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ ബന്ധപ്പെട്ട അധികൃതർ എന്ത് ചെയ്യണം? അവരൊപ്പം സഹകരിച്ചിട്ട് പ്രവർത്തിക്കണം എന്നർത്ഥം. എന്നാലേ എന്തേ ഉള്ളൂ? നമ്മൾ പറഞ്ഞ ഈ നിരീക്ഷിക്കുന്ന ഈ ഒരു രീതി നടക്കുള്ളൂ എന്നർത്ഥം. ഇൻ ദ കേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇനി ഒരു ദുരന്തം കൈകാര്യം ചെയ്യുന്ന കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്ലേ എ മേജർ റോൾ വൈൽ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺലി പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോൾ. സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും കളിക്കുന്ന അർത്ഥം. ഇവിടെ എന്താ അർത്ഥം? പ്ലേ എ മേജർ റോൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ലൊരു റോൾ ഉണ്ട് എന്നർത്ഥം, അതായത് റോള് വഹിക്കുന്നു എന്നുള്ള അർത്ഥം. ആ ഒരു അർത്ഥത്തിനാണ് ഇവിടെ പ്ലേ ഉപയോഗിക്കുന്നത്. പ്ലേ എ മേജർ റോൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുക, അതായത് ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ള അർത്ഥം. മേജർ തന്നെ വലിയ, അപ്പോൾ പ്ലേ എ മേജർ റോൾ, വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആര്? സ്റ്റേറ്റ് ഗവൺമെൻറ്.
വൈൽ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺലി പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോൾ. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോൾ. എന്താ ഫെസിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നാണ് അർത്ഥം ശരിക്ക്. അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് റോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആ ഒരു പങ്ക് മാത്രമേ വഹിക്കുന്നുള്ളൂ. ബാക്കി വലിയ പങ്ക് ആരാണ് വഹിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് അർത്ഥം. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ, ഈ ഒരു സംസ്ഥാന ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി തന്നെ ഉണ്ട് അല്ലേ? സംസ്ഥാനത്തിന് എന്തുണ്ട്? ദുരന്തം നിവാരണ കമ്മിറ്റി തന്നെ ഉണ്ട്. മനസ്സിലായോ? അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസിസ്റ്റിംഗ്, അതിൽ ഉൾക്കൊള്ളുന്ന ആരാണ്? കൺസിസ്റ്റിൽ അതിൽ അടങ്ങിക്കൂടുന്നത് ആരൊക്കെയാണ്? ഓഫ് ദ സീനിയർ സെക്രട്ടറീസ്. അതിൽ അടങ്ങുന്നത് സീനിയർ സെക്രട്ടറീസ് ഉണ്ട്, വലിയ വലിയ, ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വലിയ വലിയ സെക്രട്ടറിമാരുണ്ട് അതിൽ. ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ ആരുണ്ട്? ഓഫ് NGOs, ഒരുപാട് NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അതായത് ഗവൺമെൻറ് അല്ലാത്ത മറ്റു സംഘടനകളാണ്. അതിൻ്റെ ഒരുപാട് എന്തുണ്ട്? പ്രതിനിധികളുണ്ട് എന്നർത്ഥം. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിനിധികൾ. അപ്പോൾ അവരും പിന്നെ ഈ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് സീനിയർ സെക്രട്ടറിമാരൊക്കെ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് എന്ത്? സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അതാണ് സ്റ്റേറ്റ് ലെവലിലുള്ളത്. നാഷണൽ ലെവലിൽ എന്താണുള്ളത്? അറ്റ് ദ നാഷണൽ ലെവൽ ദർ ഇസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. നാഷണൽ ലെവലിൽ എന്താണുള്ളത്? ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. ഇതും ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി തന്നെയാണ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നർത്ഥം. ഹെഡഡ് ബൈ ദി ക്യാബിനറ്റ് സെക്രട്ടറി. ഇതിൻ്റെ ഹെഡ് ആരായിരിക്കും? തലപ്പത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. ആൻഡ് ദി സെക്രട്ടറീസ്, പിന്നെ മറ്റു സെക്രട്ടറിമാരുണ്ടാവും. ഫ്രം ദി മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് സെക്രട്ടറിമാരുണ്ടാവും. ദ സെൻട്രൽ ഗവൺമെൻറ് വിത്ത് പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് വേരിയസ് മിനിസ്ട്രീസ്. ഈ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുക? വിത്ത് പ്രോപ്പർ കോർഡിനേഷൻ, ശരിയായ ഒരു സഹകരണം ഉണ്ടാവും. ആരായിട്ട്? വിത്ത് വേരിയസ് മിനിസ്ട്രീസ്, മറ്റു പല മന്ത്രാലയങ്ങളുമായിട്ട്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവും, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മന്ത്രാലയങ്ങളുണ്ടല്ലോ. ആ ഓരോ മന്ത്രാലയങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നല്ലൊരു സഹകരണം ഉണ്ടാവും, പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യുക? പ്രൊവൈഡ്സ്, അത് എന്ത് ചെയ്യും? പ്രദാനം ചെയ്യും. പ്രൊവൈഡ്സ് പറഞ്ഞാൽ പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ നൽകുക. നെസസറി സപ്പോർട്ട്, അത്യാവശ്യമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ സപ്പോർട്ട് ടു ദ സ്റ്റേറ്റ്സ്. ആർക്ക്? സംസ്ഥാനങ്ങൾക്കുള്ള അത്യാവശ്യമായിട്ടുള്ള സപ്പോർട്ട് ആര് നൽകും? ഈ സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെ നൽകും? ഒരുപാട് മന്ത്രാലയങ്ങളുമായിട്ട് പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിട്ട്, അതായത് ശരിയായ സഹകരണം ഉണ്ടായിട്ട്. അപ്പോൾ അതിലെന്തൊക്കെ ഉൾക്കൊള്ളുന്ന പറഞ്ഞ അടുത്ത്, വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ ഉൾക്കൊള്ളുന്ന ഡിഫെൻസ് എന്നാൽ നമ്മളെ ഡിഫെൻസ് എന്ന പ്രതിരോധം അല്ലെങ്കിൽ സുരക്ഷ അല്ലേ? സുരക്ഷാ സേവനങ്ങൾ, സർവീസസ്, അങ്ങനത്തെ സുരക്ഷാ സേവനങ്ങളുമായിട്ടുള്ള അതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് എയർ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായങ്ങൾ വിമാനം വഴി നൽകുന്നതിനാണ് എയർ ഡ്രോപ്പ് എന്ന് പറയാം. എയർ ഡ്രോപ്പിംഗ്, പിന്നെ റെസ്ക്യൂവിങ്, രക്ഷപ്പെടുത്തലുകൾ, സെർച്ചിങ്, ഒരാളെ കണ്ടെത്തൽ അല്ലേ? അങ്ങനത്തെ ഒരുപാട് എന്തുണ്ട്? സുരക്ഷാ സേവനങ്ങളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട്, ഗതാഗതങ്ങൾ, എന്തിൻ്റെ? ഓഫ് റിലീഫ് ഗുഡ്സ്, അതായത് റിലീഫ് ഗുഡ്സ് പറഞ്ഞാൽ ദുരിതാശ്വാസ സാധനങ്ങൾ അല്ലേ? റിലീഫ് പറഞ്ഞാൽ എന്താ? റിലീഫ് ക്യാമ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ, ദുരിതാശ്വാസ ക്യാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത്, ആ ദുരിതാശ്വാസത്തിൻ്റെ സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ആ സാധനങ്ങൾ അതൊക്കെ ഗതാഗതം നടത്തും, എക്സെട്ര. ആൻഡ് അവൈലബിലിറ്റി ഓഫ് റെയിൽ മാർഗം എന്ത് ചെയ്യുക? അവൈലബിൾ ആവുക. ആൻഡ് ഫെറി സർവീസസ്. ഫെറി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ അല്ലേ? കപ്പൽ എന്നാണ് അർത്ഥം ശരിക്ക്. കപ്പൽ വഴിയുള്ള സേവനങ്ങൾ, ഫെറി സർവീസസ്. അപ്പോൾ റെയിൽ വഴിയുള്ള സർവീസുകളുണ്ടാവും, പിന്നെ കപ്പൽ വഴിയുള്ള സർവീസുകളുണ്ടാവും. ഇതൊക്കെ അവൈലബിൾ ആക്കുക. പിന്നെ ഹെൽത്ത് പേഴ്സണൽ അല്ലേ? ഹെൽത്ത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർ. പിന്നെ എന്തും ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, പിന്നെ മെഡിക്കൽ സപ്പോർട്ടും. ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് മറ്റു വ്യത്യസ്ത മന്ത്രാലയവുമായിട്ട് സഹകരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതവരൊക്കെ പ്രദാനം ചെയ്യുന്ന അർത്ഥം. പിന്നെ റീഹാബിലിറ്റേഷൻ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇനി അടുത്ത് പറയാനുള്ള റീഹാബിലിറ്റേഷനെ പറ്റിയാണ്. എന്താണ് റീഹാബിലിറ്റേഷൻ? റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂർവ്വസ്ഥിതിയിലാക്കല്ലേ? അല്ലെങ്കിൽ സാധാരണ നിലയിലുണ്ടായിരുന്ന ആ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഡിസാസ്റ്റർ ദുരന്ത കൈകാര്യം ചെയ്യുന്ന ആ ഒരു നിവാരണത്തിൻ്റെ മെയിൻ പാർട്ടാണെന്ന് അർത്ഥം. അതായത് ഇൻറ്റഗ്രൽ പാർട്ട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയില്ലേ? അതാണ്, അതായത് ഒഴിവാക്കാൻ പറ്റാത്തതെന്നർത്ഥം, നിർബന്ധമാണെന്നർത്ഥം. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൂട്ടീൻ ഈവൻറ്റ്സ്. സിൻസ് എന്നാൽ മുതൽ അല്ലെങ്കിൽ ആയതുപോലെ എന്നൊക്കെ അർത്ഥമാണ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൂട്ടീൻ ഈവൻറ്റ്സ്. ഈ ദുരന്തങ്ങളൊക്കെ എന്താണ്? ആർ നോൺ റൂട്ടീൻ, അസാധാരണമായി ഉണ്ടാവുന്ന ഇവൻറ്റുകളാണ്, സംഭവങ്ങളാണ് അല്ലേ? സാധാരണയായി ഉണ്ടാവുന്നതല്ലല്ലോ ദുരന്തങ്ങൾ. റുട്ടീൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആയിട്ട് എന്നും ഉണ്ടാവണം എന്നുള്ളതിനാണ് റുട്ടീൻ എന്ന് പറയാം.
നോൺ റൂട്ടീൻ എന്ന് പറയുമ്പോൾ അസാധാരണമായിട്ടല്ലേ, എന്നും ഉണ്ടാവാത്ത. അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സൊക്കെ എന്താണ്, എന്നും ഉണ്ടാവാത്ത സംഭവങ്ങളായതിനാൽ ദേ റിക്വയർ അവകൾക്ക് ആവശ്യമുണ്ട് നോൺ റൂട്ടീൻ റെസ്പോൺസസ്. അതായത് എന്നുമില്ലാത്ത സംഭവമായതിനാൽ അതിന് തക്കതായ എന്ത് വേണം, നമ്മൾ റെസ്പോൺസ് കൊടുക്കണം, അതിൻ്റെതായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ദേ റിക്വയർ അവകൾക്ക് ആവശ്യമാണ്, ആ ദുരന്തങ്ങൾക്ക് ആവശ്യമാണ് എന്ത്, നോൺ റൂട്ടീൻ റെസ്പോൺസസ്. അതായത് ഒരു അസാധാരണമായിട്ടുള്ള പ്രതികരണം അല്ലേ. റെസ്പോൺസ് പറഞ്ഞാൽ മറുപടി അല്ലെങ്കിൽ പ്രതികരണം. ചുരുക്കി പറഞ്ഞാൽ ഒരു അസാധാരണമായ സംഭവങ്ങൾക്ക് അല്ലേ, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഈ അസാധാരണമായ സംഭവങ്ങളാണ്. അങ്ങനത്തെ സംഭവങ്ങൾക്ക് എന്ത് അത്യാവശ്യമാണ്, ദേ റിക്വയർ അവർക്ക് അത്യാവശ്യമാണ് നോൺ റൂട്ടീൻ റെസ്പോൺസസ്, അസാധാരണമായിട്ടുള്ള പ്രതികരണങ്ങൾ. എന്തിനു വേണ്ടി, ഫോർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള അല്ലേ, നല്ല സ്വാധീനമുള്ള നല്ല കൈകാര്യം ചെയ്യൽ. അത് ശരിക്കും നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, അസാധാരണമായിട്ടുള്ള പ്രതികരണം അതിന് അത്യാവശ്യമാണ്. ആൻഡ് റീഹാബിലിറ്റേഷൻ, നല്ല അതിൻ്റെ പൂർവാസ്ഥിതിയിലേക്ക് എത്തുക അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം, അസാധാരണമായിട്ടുള്ള പ്രതികരണം അതിന് അത്യാവശ്യമാണ്. ദിസ് മീൻസ്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ദാറ്റ് ദ ഗവൺമെൻറ് കനോട്ട് റിലൈ ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ്. ഗവൺമെൻറ്റിന് എന്ത് താങ്ങാൻ കഴിയില്ല, ഗവൺമെൻറ് ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ്. ഗവൺമെൻറ് കനോട്ട് റിലൈ ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ്. സാധാരണ പ്രക്രിയകൾക്കുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ് ആശ്രയിക്കാൻ പാടില്ല എന്നർത്ഥം. അതായത് ഇതൊരു അസാധാരണ സംഭവമാണ്, അപ്പോൾ ഗവൺമെൻറ് ആ സാധാ പ്രൊസീജിയേഴ്സ്, സാധാ പ്രക്രിയകളുമായിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സാധാ പ്രവർത്തനങ്ങളുമായിട്ട് ആശ്രയിക്കുക എന്നുള്ള സംഭവം പാടില്ല. കനോട്ട് റിലൈ എന്ന് പറഞ്ഞാൽ, റിലൈ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നർത്ഥം. കനോട്ട് റിലൈ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാൻ സാധിക്കുകയില്ല. ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ്, സാധാരണ പ്രക്രിയകളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിനെ ആശ്രയിക്കാൻ പറ്റില്ല. ടു ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്. ടു ഇംപ്ലിമെൻറ്റ് പറഞ്ഞാൽ നടപ്പിലാക്കാൻ. അപ്രോപ്രിയേറ്റ് പറഞ്ഞാൽ കൃത്യമായ അതായത് യഥാർത്ഥ പ്രതികരണങ്ങൾ, റെസ്പോൺസസ്, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ പ്രക്രിയകൾ മാത്രം ഉപയോഗിച്ചിട്ട് ആശ്രയിക്കാൻ പറ്റില്ല. അതായത് എന്താ വേണ്ടത്, ഇതിനായിട്ട് പ്രത്യേക നീക്കങ്ങളും ചലനങ്ങളും അത്യാവശ്യമാണെന്ന് അർത്ഥം. ദിസ് മീൻസ്, ഇവ കൊണ്ട് അർത്ഥമാക്കുന്നത് ദാറ്റ് ദ ഗവൺമെൻറ് കനോട്ട് റിലൈ, ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആശ്രയിക്കാൻ സാധിക്കുകയില്ല ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ്, സാധാരണ ആയിട്ടുള്ള പ്രക്രിയകളുമായിട്ട്. എന്തിനു വേണ്ടി, ടു ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്, യഥാർത്ഥത്തിലുള്ള കൃത്യമായ പ്രതികരണങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി. ദർ ഷുഡ് ബി, അതുകൊണ്ട് തന്നെ അത് അവിടെ ഉണ്ടാവണം പ്രോപ്പർ കോർഡിനേഷൻ, ഒരു ശരിയായ സഹകരണം ഉണ്ടാകണം. എന്തൊക്കെ തമ്മിൽ, അമംഗ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തുണ്ടാകണം, ഒരു ശരിയായ സഹകരണം ഉണ്ടാവണം. എന്തിനു വേണ്ടി, ടു ബ്രിങ്, കൊണ്ടുവരാൻ, സ്പീഡി റിലീഫ്, പെട്ടെന്നുള്ള ആശ്വാസം അല്ലേ, പെട്ടെന്നുള്ളൊരു ആശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു പ്രത്യേക എന്ത് വേണം, കോർഡിനേഷൻ വേണം, സഹകരണം വേണം എന്നർത്ഥം. ആർക്ക്, ടു ബ്രിങ് സ്പീഡി റിലീഫ്, പെട്ടെന്നുള്ള ആശ്വാസം കൊണ്ടുവരാൻ. ആർക്ക്, ടു ദ വിക്ടിമിന് പറഞ്ഞാൽ ഇര അല്ലേ, അതായത് ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്നുള്ള ആശ്വാസം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവണം എന്നർത്ഥം. മോർ ഓവർ, അതിനൊക്കെ പുറമെ ദ റെസ്ക്യൂ ടീംസ് റിക്വയർ, റെസ്ക്യൂ പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നവർ അല്ലേ, രക്ഷകർത്താക്കന്മാർ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്ന ടീംസ്, ആ ടീമുകൾക്ക് റിക്വയർ, അവർക്ക് അത്യാവശ്യമാണ് ദ ലേണിംഗ് ഓഫ് സ്പെഷ്യൽ സ്കിൽസ്, പ്രത്യേക സ്കില്ലുകൾ അവരെന്ത് ചെയ്യണം, പഠിക്കൽ അത്യാവശ്യമാണെന്ന് അർത്ഥം. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, വീക്ഷണഗതികൾ അല്ലേ, വീക്ഷണഗതികൾ അല്ലെങ്കിൽ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തുണ്ട് വേണം, ഒരു അറിവുണ്ടാവണം അർത്ഥം. എന്തിൽ വീക്ഷണഗതി ഉണ്ടാവണം, ഇൻ ഡീലിംഗ് വിത്ത് ഡിസാസ്റ്റേഴ്സ്, ഈ ദുരന്തങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ, വ്യക്തമായി ഡീൽ ചെയ്യുന്നതിൽ വീക്ഷണഗതികൾ വേണം. ചുരുക്കി പറഞ്ഞാൽ മോർ ഓവർ, അതിലൊക്കെ ഏറെ അല്ലേ, അതിനൊക്കെ പുറമേയിട്ട് ദ റെസ്ക്യൂ ടീംസ് റിക്വയർ, ഈ രക്ഷാപ്രവർത്തകർക്ക് എന്ത് വേണം, അത്യാവശ്യമാണ് അല്ലേ, റിക്വയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ദ ലേണിംഗ് ഓഫ് സ്പെഷ്യൽ സ്കിൽസ്, പ്രത്യേക സ്കില്ലുകൾ അവർ പഠിക്കൽ. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, മറ്റു വീക്ഷണഗതികളും അതിനെക്കുറിച്ചും അവർ അറിവുണ്ടായിരിക്കൽ. ഇൻ ഡീലിംഗ്, ഡീൽ ചെയ്യുന്നതിൽ വിത്ത് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളുമായി. അഡീഷണലി, അതിനും അധികമായിട്ട് ദ നീഡ്, അവർക്ക് അത്യാവശ്യമാണ് ടു ബി വെൽ ഇക്വിപ്ഡ്, വളരെ അത്യുന്നതയിൽ സജ്ജീകരണമാണ് അല്ലേ, അതായത് നല്ല സജ്ജീകരണമായിട്ടിരിക്കണം. വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഏറ്റവും പുതിയ ടെക്നോളജിയുമായിട്ട് അവർ സജ്ജരായിരിക്കണം. അങ്ങനെ അവർ സജ്ജരായിരിക്കലും അത്യാവശ്യമാണെന്ന് അർത്ഥം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്,
ഈ അടുത്ത കാലങ്ങളായിട്ട് ഈ ദുരന്തത്തിലെ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് ഇന്ന് കണക്കാക്കപ്പെടുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ്, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്, വിചാരിക്കപ്പെടുക അല്ലെങ്കിൽ സങ്കല്പിക്കപ്പെടുക എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ പ്രാധാന്യത്തിലാക്കപ്പെടുക, ശരിയെന്ന് വിചാരിക്കപ്പെടുക അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുക. ഇവിടെ ഇപ്പം എന്താ അർത്ഥം, ഇന്ന് വിശ്വസിക്കപ്പെടുന്ന അർത്ഥം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ്, ഇന്ന് വിചാരിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്നു എന്തായിട്ട്, ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്, വലിയൊരു മഹത്വം അല്ലെങ്കിൽ വലിയൊരു പ്രാധാന്യത്വം അതിനുണ്ടെന്ന്. ഇൻ റീസെൻറ്റ് ടൈംസ്, ഈ അടുത്ത കാലങ്ങളായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തുണ്ട്, നല്ലൊരു പ്രാധാന്യത്വമുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ദ ഹോൾ പർപ്പസ്, മൊത്തത്തിലുള്ളൊരു ലക്ഷ്യം ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എന്താണ്, ഈസ് നോട്ട് ടു പ്രിവെൻറ്റ്, എന്ത് മാത്രമല്ല, ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് പറഞ്ഞാൽ എന്താ, തടയല്ലേ, ദീസ് നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, അതായത് ഈ പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയോ തടയാന്നുള്ളത് അല്ല ഇതിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം. പിന്നെന്താ, നമുക്ക് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയൂല. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. വി മേ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്. വി മേ നോട്ട് ബി ഏബിൾ, നമുക്ക് സാധിക്കാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താകാൻ പറ്റില്ല, ചിലപ്പോൾ സാധ്യമായിരിക്കില്ല. എന്തിന്, ഏബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമാവുക, മേ നോട്ട് ബി എന്നാൽ ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം അല്ലേ. അതായത് വി മേ നോട്ട് ബി ഏബിൾ, നമുക്ക് ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം, ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കാൻ നടത്തം അല്ലേ, റിമൂവ് അല്ലെങ്കിൽ ഒഴിവാക്കാൻ നടത്തും. അപ്പോൾ വി മേ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ്, നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാവാം. അതായത് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്, ഇതുപോലത്തെ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമാവാതിരുന്നേക്കാം, അതായത് ഒഴിവാക്കാൻ കഴിയാതെ വന്നേക്കാം. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി, പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്റ്റ്, ഇതിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതുമായി ഉണ്ടാക്കുന്ന മറ്റു പ്രതിഫലനങ്ങൾ അല്ലേ, അതിൻ്റെ സ്വാധീനങ്ങൾ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തിയെ കുറക്കാൻ പറ്റുന്നതാണ്. അതായത് അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റുന്നർത്ഥം. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യുക, ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത ഫലനങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ചെറുതാക്കി മാറ്റുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളം അതാണ്. എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്നർത്ഥം. അതായത് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തീർച്ചയായിട്ടും ലഘൂകരിക്കാൻ പറ്റും അല്ലേ, അതുകൊണ്ട് കുറക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ വി മേ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ്, നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാതെ വന്നേക്കാം അല്ലേ, മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്, ഇതുപോലത്തെ ഒരുപാട് ദുരന്തങ്ങൾ. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി, നമുക്ക് തീർച്ചയായിട്ടും പറ്റും, എന്ത് പറ്റും, മിറ്റിഗേറ്റ്, ലഘൂകരിക്കാൻ പറ്റും. എന്തിൻ്റെ, ദെയർ ഇമ്പാക്റ്റ്, ഈ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഘൂകരിക്കാൻ പറ്റുന്ന അർത്ഥം. അതായത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കുറക്കാൻ കഴിയുന്ന അർത്ഥം.